പ്രമുഖ യൂട്യൂബറും സിനിമാ റിവ്യൂവറുമായ അശ്വന്ത് കോക്കിനെതിരെ പരാതി. പുതിയ പരാതി എഴുതിക്കോ. ഹായ് ഓൾ, ദിസ് ഈസ് കോക്ക്. കൊക്കോ കണ്ടിട്ട് നിർണായയുടെ ലുക്ക്. സീക്രട്ട് ഓഫ് കലിംഗ. അയ്യോ എന്നാടാ ഇത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ അഭിനയിച്ചിരിക്കുന്ന സിനിമയാണ്. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസനെ വെച്ചിട്ടാണ് ഈ സിനിമ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ അല്ല. അപ്പോൾ ആരാണ് ഈ എറണംകെട്ട സിനിമയിലെ മെയിൻ നായകൻ? ആരാണ്? ഇത് മറ്റാരുമല്ല, ഇതിന്റെ സംവിധായകൻ തന്നെയായിട്ടുള്ള സനീഷ് ഉണ്ണികൃഷ്ണനാണ്. നീയാണോ? അതെ, ഞാനാണ്. ഇദ്ദേഹത്തിന് അഭിനയിക്കണം. ആർക്ക്? സനീഷ് ഉണ്ണികൃഷ്ണൻ. അപ്പൊ സനീഷ് ഉണ്ണികൃഷ്ണൻ ധ്യാനിനെ പിടിച്ചിട്ട് അവിടെ നിർത്തി. ഞാനാണെങ്കിൽ അപ്പൊ അത് സമ്മതിക്കുകയും ചെയ്തു. പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത്. സനീഷ് ഉണ്ണികൃഷ്ണൻ അഭിനയിച്ച സിനിമ പുള്ളി തന്നെ സംവിധാനം ചെയ്ത് ഇറക്കുവാണെങ്കിൽ ഒരു പട്ടിക്കുറക്കം പോലും തിയേറ്ററിന്റെ പരിസരത്ത് പോലും പോകില്ല. അത് പുള്ളിക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് ധ്യാനെ പിടിച്ചിട്ടത്. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. അങ്ങനെയൊന്നുമില്ല. എങ്കിൽ ഈ സിനിമ ഇറങ്ങാതിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ആറ്റം ബോംബ് ഇന്ന് ഇറങ്ങില്ലായിരുന്നു. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. സീക്രട്ട് ഓഫ് കലിംഗ എന്ന സിനിമയുടെ നിർമ്മാതാക്കളാണ് തൃശൂർ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. പിന്നെ സംഗതി കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. സിനിമയെയും അതിൽ അഭിനയിച്ച സ്ത്രീ താരങ്ങളെയും അശ്വന്ത് കോക്ക് വ്യക്തിപരമായി അധിക്ഷേപിച്ചെന്നാണ് നിർമ്മാതാക്കളുടെ പ്രധാന ആരോപണം. ഈ ഫയൽ നോക്കേ, ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ. ഇയാൾക്ക് എന്തിന്റെ അസുഖ? മോശം റിവ്യൂയിലൂടെ സിനിമയ്ക്ക് കോടികളുടെ നഷ്ടമാണ് ഒറ്റ വീഡിയോ കൊണ്ട് വരുത്തിവെച്ചതെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിച്ചിരി കൂടുതലല്ലേ? അപ്പം പോവാം.